കൂട്ടുകാരെ, ടാൻജൻസ് അഥവാ തൊടുവരകൾ എന്ന അധ്യായത്തിന്റെ അടുത്ത ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങൾ എന്ന അധ്യായവും ടാൻജൻസ് തൊടുവരകൾ എന്ന അധ്യായവും വളരെ കോറിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് വളരെയധികം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ളതാണ്. ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്നിനെ ഒഴിവാക്കി ഇത് പഠിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് രണ്ട് അധ്യായവും വളരെ ശ്രദ്ധാപൂർവം പഠിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ചോദ്യം: In the first picture, the line joining 2 points on a circle is extended by 4 cm and a tangent is drawn from this point. Its length is 6 cm. The second picture shows the same line extended by 1 cm more and a tangent drawn from this point. What is the length of this tangent? ചോദ്യം മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി സ്ക്വയർ അല്ലേ സാറേ എന്ന് ചോദിക്കുന്നുണ്ട്. ആണ്, അത് തന്നെയാണ്. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾ അത് മനസ്സിലേക്ക് ഓടി വരണം, പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു പി സി സ്ക്വയർ എന്നുള്ള കാര്യം. അപ്പോ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എ സർക്കിൾ ആൻഡ് എ കോഡ് ഈസ് ഡ്രോൺ. ദാറ്റ് കോഡ് ഈസ് എക്സ്റ്റെൻഡഡ് ടു മീറ്റ് അറ്റ് ആൻ എക്സ്റ്റേണൽ പോയിന്റ് പി. ഈ ലെങ്ത് distance from this point to external point is 4 cm and a tangent is drawn from this external point to the circle. ഒരു ഞാണിന്റെ അഗ്രബിന്ദുവിൽ നിന്ന് നീട്ടി വരച്ചിരിക്കുന്നു 4 സെന്റിമീറ്റർ പുറത്തേക്ക്. അത് അവസാനിക്കുന്ന ബിന്ദുവിൽ നിന്ന് ഒരു തൊടുവര വരച്ചിരിക്കുന്നു, അതിന്റെ നീളം 6 സെന്റിമീറ്റർ ആണ്. Then again the same circle is drawn. എന്നിട്ട് എന്ത് സംഭവിച്ചു? സെയിം ലൈൻ എക്സ്റ്റെൻഡഡ് ബൈ 1 സെന്റിമീറ്റർ മോർ. ഇതേ വര, ഏത് വര? എ ബി എന്ന് പറയുന്ന വര. എ ബി എന്ന് പറയുന്ന വരയ്ക്ക് മാറ്റമില്ല. സെയിം ലൈൻ എക്സ്റ്റെൻഡഡ് ബൈ 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്ററും കൂടി നീട്ടി വരച്ചിരിക്കുന്നു. അപ്പൊ 4 എന്ന് എത്രയായി? 5 ആയി, 5 സെന്റിമീറ്റർ ആയി. അപ്പൊ പി മാറ്റി നമുക്ക് ക്യൂ എന്ന് പേരിടാം. ക്യൂ. Then എന്ത് സംഭവിച്ചു? മോർ ആൻഡ് എ ടാൻജന്റ് ഈസ് ഡ്രോൺ ഫ്രം ദിസ് പോയിന്റ്. ഈ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്നൊരു തൊടുവര വരച്ചിരിക്കുന്നു. ക്യൂവിൽ നിന്നൊരു തൊടുവര ക്യൂ ബി വരച്ചിരിക്കുന്നു. ഇത് പി സിയും വരച്ചിരിക്കുന്നു. ദെൻ കാണേണ്ടത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദിസ് ടാൻജന്റ് എന്നാണ് ഈ ചോദ്യം. ക്യൂ ബിയുടെ നീളം കാണുക എന്നുള്ളതാണ് ചോദ്യം. കേട്ടോ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ ഇതില്ല, ഇത് രണ്ടുമുണ്ട് എങ്കിൽ ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ആ ലെങ്ത് ഓഫ് കോഡ് തന്നെയാണ് ഇവിടെയും, മാറ്റമില്ല. ദ സെയിം ലൈൻ സെയിം കോഡ് എക്സ്റ്റെൻഡഡ്. അപ്പോ ഇവിടെ ലെങ്ത് ഓഫ് കോഡ് ഉണ്ട്, ദെൻ ആ ഡിസ്റ്റൻസ് ഫ്രം ദിസ് പോയിന്റ് ടു ദി എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്, ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ടാൻജന്റ്. അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും എങ്ങനെയാ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം എഴുതുകയാണ്. എന്താണ്? പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ. ഓക്കെ, പി എ ഇൻറ്റു പി ബി ഈക്വൽസ് പി സി സ്ക്വയർ. പി എയുടെ നീളം എത്ര? പി എ 4 ഇൻറ്റു പി ബി എത്രയാണെന്ന് അറിയില്ല, പി ബി എന്ന് തന്നെ എഴുതാം. ഈസിക്കൽ ടു പി സി സ്ക്വയർ. പി സി 6 ആണ്, 6 സ്ക്വയർ എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ എവിടെയെങ്കിലും എക്സ് ചേർക്കേണ്ട വരുന്ന സാഹചര്യത്തിൽ മാത്രം എക്സ് ചേർത്ത് എഴുതിയാൽ മതി. അതെപ്പോഴാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എക്സ് ചേർത്ത് ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവുമേ. അതുകൊണ്ടാണ്. അതായത് ഇവിടെ പറഞ്ഞത് 4 ഇൻറ്റു 4 പ്ലസ് എക്സ് എന്ന് എഴുതണമെന്നില്ല. നിങ്ങൾ സമർത്ഥരാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കും, എങ്കിലും പറയുകയാണ്. നമുക്ക് എളുപ്പത്തിൽ പോകാം, അല്ലെ? 4 ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ 36. Therefore PB is equal to 36 by 4. എത്ര? 9. ഏത്? PB is equal to 9 centimeter. PA is equal to 4 centimeter. Then AB or length of chord is equal to 9 minus 4 is equal to, മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് 9 ആണ്, ഇത് 4 ആണ്. This line length is 9 minus 4 is equal to എത്ര? 5 centimeter. So the length of chord is 5 centimeter and the same line extended, so BA or AB is equal to 5 centimeter is extended. എത്ര? 1 centimeter more, that is the length of AB AQ is 5 centimeter and find the length of tangent QB എന്ന ചോദ്യം. കണ്ടോ? അപ്പൊ ഇവിടെയും പറഞ്ഞു നിങ്ങൾ എന്ത്? ഇവിടെ പി അല്ല, അക്ഷരം മാറിയെന്നേ ഉള്ളൂ. അക്ഷരം മാറുമ്പോൾ അതിനനുസരിച്ച് മാറ്റി പറയണം.
ക്യു എ ഇൻറ്റു ക്യു ബി ഇസ് ഈക്വൽ ടു ക്യു സി എൽ ടു ഡി, ക്യു ഡി സ്ക്വയർ. ഓക്കെ, ക്യു എ ഇൻറ്റു ക്യു ബി ഇസ് ഈക്വൽ ടു ക്യു ഡി സ്ക്വയർ. ക്യു എ ഇൻറ്റു ക്യു ബി ഇസ് ഈക്വൽ ടു ക്യു ഡി സ്ക്വയർ. സംശയമില്ലല്ലോ. ദെൻ ക്യു എ എന്ന് പറയുന്ന 5 ആണ്, ഇൻറ്റു ക്യു ബി എന്ന് പറയുന്ന 5 5 10 ഇസ് ഈക്വൽ ടു ക്യു ഡി സ്ക്വയർ. 5 into 10 50 is equal to QD square. QD square 50 ആണെങ്കിൽ QD is equal to എത്ര? √50 അല്ലെ? QD square 50 ആണെങ്കിൽ QD എന്ന് പറയുന്നത് √50. QD is equal to √50. അവിടെ വെച്ച് നിർത്താതെ കുറച്ചുകൂടി ചെയ്ത് പോകാമെങ്കിൽ ചെയ്യുക കേട്ടോ. എങ്ങനെ? നമുക്ക് വീണ്ടും സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. QD is equal to √50. √50 എന്ന് പറയുന്നത് എന്ത് എഴുതാം? നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 50 എത്ര ഉണ്ട്? 2, 25, അഗെയിൻ 5, 2 5 ഉണ്ട്. അപ്പോൾ ഒരു 5 റൂട്ടിന് പുറത്തേക്ക് എഴുതാം. ദെൻ റൂട്ടിനകത്ത് 2, 5√2 സെന്റിമീറ്റർ ഈസ് ദ ലെങ്ത് ഓഫ് QD. ഇനിയും എക്സ്റ്റെൻഡ് ചെയ്ത് പ്രോബ്ലം ബാക്കിയും കൂടെ ചെയ്യാം എന്നുണ്ടെങ്കിൽ ചെയ്യാം. 5√2 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു √2വിന്റെ വാല്യൂ 1.414 വേണമെങ്കിൽ ചെയ്യാട്ടോ. അതും കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7.02 സെന്റിമീറ്റർ ഇസ് ദി ലെങ്ത് ഓഫ് ടാൻജന്റ്. മനസ്സിലായല്ലോ? പ്രിയ കുട്ടികളെ, നമ്മൾ പഠിച്ച ആശയങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുകയാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത പ്രോബ്ലമാണ് എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യാമോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഒരു തവണ SLC എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളെപ്പോലെയുള്ള സമർത്ഥരായ വിദ്യാർത്ഥികൾ ഭംഗിയായിട്ട് ആൻസർ ചെയ്തതുമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടൊന്ന് ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. ചോദ്യം: ഡ്രോ ആംഗിൾ ABC വിത്ത് 60 ഡിഗ്രി, ആംഗിൾ മെഷർ 60 ഡിഗ്രി, 60 ഡിഗ്രി കോൺ അളവുള്ള കോൺ ABC വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ വിച്ച് ഈസ് ടച്ചിങ് ദ 2 ആംസ് ഓഫ് ദി ആംഗിൾ. ഒരു വൃത്തം വരയ്ക്കുക. ആ വൃത്തം ഈ കോണിന്റെ 2 ഭുജങ്ങളെയും സ്പർശിച്ചു പോകണം, ടച്ച് ചെയ്ത് പോകണം, ടാൻജൻസ് ആയിട്ട് പോകണം. അതാണ് ചോദ്യം. അപ്പൊ ഫിഗർ എങ്ങനെയായിരിക്കും? ഒരു ആംഗിൾ വിത്ത് ഡിഗ്രി മെഷർ 60 ഡിഗ്രി, ദെൻ ഡ്രോ എ സർക്കിൾ ടച്ചിങ് ദ ആംസ് ഓഫ് ദി ആംഗിൾ. ആംഗിളിന്റെ ഭുജങ്ങളെ തൊട്ടു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. പക്ഷേ സർക്കിളിന്റെ പ്രത്യേകത റേഡിയസ് ഓഫ് ദി സർക്കിൾ ഷുഡ് ബി 3 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ വരയ്ക്കും? അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ആംഗിളിന്റെ ഉള്ളിൽ ഒരു സർക്കിള് ഇതുപോലെ വരച്ചാൽ, ഇതുപോലെ ആംസ് ടച്ച് ചെയ്ത് പോകത്തക്ക വിധത്തിൽ, തൊടുവരകളാകത്തക്ക വിധത്തിൽ, വശങ്ങൾ തൊടുവരകളാകത്തക്ക വിധത്തിൽ ഒരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കണം? ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും അല്ലെ? ഇവിടെ നിന്ന് വരച്ചാലും അതും എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ നമ്മൾ വേറെ പഴയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ് കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറായപ്പോൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന പോയിന്റ് എവിടെയായിരിക്കും? ലോക്കസ് എന്നാ പറയുക. ലോക്കസ് ഓഫ് എ പോയിന്റ് വിച്ച് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദ 2 ആംസ് ഓഫ് ആൻ ആംഗിൾ. ഒരു കോണിന്റെ 2 ഭുജങ്ങളിൽ നിന്നും തുല്യ അകലത്തിലുള്ള ബിന്ദു എവിടെ വരും? അതിന്റെ ആംഗിൾ ബൈസെക്ടറിൽ വരും, കോൺ സമഭാജിയിൽ വരും. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അകലവും തുല്യമായിരിക്കും. അകലം എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ സെന്റർ ആക്കിക്കൊണ്ട്, മനസ്സിലാക്കുക, ഈ പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചാൽ ഈ 2 പോയിന്റിലും കൂടെ കടന്നു പോകും. കാരണം ദിസ് ലൈൻ ആൻഡ് ദിസ് ലൈൻ ആർ പെർപെൻഡിക്കുലർ, ടാൻജന്റ് ആയതുകൊണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുപോലെ ഇനിയും ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അത് പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് വരയ്ക്കാൻ നമ്മള് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇത് ടാൻജന്റ് ആയി പോയിക്കോളും. ഇവിടെ നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, ടാൻജന്റ് ആയി പോയിക്കോളും. ഇവിടെ കോമ്പസ് കുത്തി ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിള് ഈ 2 പോയിന്റിലും കൂടെ കടന്നു പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഒരു ആംഗിളിന്റെ
രണ്ട് ആംസ്, ഒരു കോണിന്റെ രണ്ട് ഭുജങ്ങള് തൊടുവരകൾ അഥവാ ടാൻജൻസ് ആയിട്ട് പോകത്തക്ക വിധത്തിൽ ഒരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിന്റെ സെന്റർ എപ്പോഴും ആ ആംഗിളിന്റെ ആംഗിൾ ബൈസെക്ടറിൽ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെ എത്ര സർക്കിൾ വരയ്ക്കാം? വി ക്യാൻ ഡ്രോ മെനി സർക്കിൾസ്. ഈ ആംഗിൾ ബൈസെക്ടറിലെ ഓരോ പോയിന്റും സെന്റർ ആക്കിക്കൊണ്ട് നമുക്ക് ഒരുപാട് സർക്കിൾസ് അങ്ങനെ വരയ്ക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് the radius of that circle should be 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ ആരത്തിലായിരിക്കണം ആ വൃത്തം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ പഠിച്ച മറ്റൊരു കാര്യത്തിലേക്ക്, മറ്റൊരു ചാപ്റ്ററിലേക്ക്, ട്രിഗണോമെട്രിയിലേക്ക് ഒന്ന് കടന്നു പോകണം. എങ്ങനെ നോക്കുക, ആലോചിക്കുക. ഈ വരച്ചിരിക്കുന്നത് ഇത് മാത്രം ഒന്ന് ആലോചിക്കാൻ നമുക്ക്. കണ്ടോ, ഇത് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ആംഗിളില്, ഈ ട്രയാംഗിളില് ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ അല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ഈ ആംഗിളുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയെന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം റേഡിയസ് എത്ര? 3 സെന്റിമീറ്റർ ആയിരിക്കണം. ദെൻ ഇത് എത്ര ഡിഗ്രി? ആംഗിൾ എ ബി സി 60 ഡിഗ്രി. ആൻഡ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്, വരച്ചിരിക്കുന്ന കോൺ സമഭാജിയാണ്, ആംഗിൾ ബൈസെക്ടർ ആണ്. സോ ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഇപ്പൊ കുറെ പേർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. 30, 90, then the remaining angle is 60 degree. ട്രിഗണോമെട്രിയിലേക്ക് പോയി അല്ലെ? 30, 60 ഡിഗ്രി, 90 ഡിഗ്രി. 30, 60, 90യുടെ റേഷ്യോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താണ്? 30, 60, 90, 1:√3:2 ആണല്ലോ. അപ്പൊ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന നീളം ഏത്? ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിലെ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതെന്ത് സാധനം? റേഡിയസ് ഓഫ് ദ സർക്കിൾ. ദാറ്റ് റേഡിയസ് ഷുഡ് ബി 3 സെന്റിമീറ്റർ. 30ക്ക് ഓപ്പോസിറ്റ് 3 ആയിരിക്കണം. നമ്മുടെ പഴയ ട്രിഗണോമെട്രിയിൽ ഞാൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് 3 ആണെങ്കിൽ ഇത് 3√3 എന്നും, ഇത് 1 ആണെങ്കിൽ 1√3 ആയതുപോലെ, 3 ആണെങ്കിൽ 3√3 എന്നും, 1 ആണെങ്കിൽ ഇരട്ടി 2 ആയതുപോലെ, 3 ആണെങ്കിൽ 6 ആയിരിക്കും. കണ്ടോ? അപ്പോൾ 90ക്ക് ഓപ്പോസിറ്റ് എത്ര? 6 സെന്റിമീറ്റർ. 90ക്ക് ഓപ്പോസിറ്റ് ഇത് 6. കണ്ടോ? ഇത് 60ക്ക് ഓപ്പോസിറ്റ് എത്ര? 3√3. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. 1:√3:2. 30, 60, 90. 30, 60, 90. 30ക്ക് ഓപ്പോസിറ്റ് 1 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് √3 ആണ്, 90ക്ക് ഓപ്പോസിറ്റ് 2 ആണ്. 1:√3:2. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് ഓഫ് ദ സർക്കിൾ ഷുഡ് ബി 3 സെന്റിമീറ്റർ. ഇത് 3 ആണെങ്കിലോ, 30ക്ക് ഓപ്പോസിറ്റ് 3 ആണെങ്കിൽ 3√3 6. 90ക്ക് ഓപ്പോസിറ്റ് 6. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയോ എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്? ഇവിടുന്ന് ഒരു ആംഗിൾ ബൈസെക്ടർ നീട്ടി വരച്ചിട്ട് ആംഗിൾ ബൈസെക്ടറിന്റെ നീളം എത്ര? 6 സെന്റിമീറ്റർ എടുക്കുക. ഈ 6 സെന്റിമീറ്റർ എടുത്തിട്ട് അവിടെ കോമ്പസ് കുത്തി ഒരു സർക്കിൾ വരച്ചാൽ മതി. കണ്ടോ? അവിടെയും പ്രശ്നം. അവിടെ കോമ്പസ് കുത്തി എത്ര സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കും? തന്നിട്ടുള്ള കാര്യം 3 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചാൽ മതി. കണ്ടോ? അപ്പൊ 3 സെന്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിള് ഈ ലൈനിനെയും ടച്ച് ചെയ്ത് പോകും. അതായത് ഇതിന്റെയും സർക്കിളിന്റെ ടാൻജൻസ് ആയിട്ട് വരും 2 ആംസ്. മനസ്സിലായല്ലോ? അപ്പൊ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കൊന്ന് കൺസ്ട്രക്ഷൻ നടത്തിയാലോ? ആദ്യം എന്ത് വരയ്ക്കണം പറഞ്ഞോളൂ. ആദ്യം വരയ്ക്കേണ്ടത് ഒരു ആംഗിൾ എ ബി സി വിത്ത് ആംഗിൾ 60 ഡിഗ്രി. അതിന്റെ മെഷർ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ ലെങ്ത് ഒന്നും തന്നിട്ടില്ല. ആംഗിളിന് അങ്ങനെ പ്രത്യേക ആംസിന് ലെങ്ത് ഒന്നും വേണ്ടല്ലോ. നമ്മൾ ആംഗിൾ വരയ്ക്കുകയാണ്. ആംഗിൾ എ ബി സി വിത്ത് ആംഗിൾ മെഷർ 60 ഡിഗ്രി. പ്രൊട്രാക്ടറില് എടുത്തിട്ട് നമ്മൾ 60 ഡിഗ്രി 50, 60, 60 ഡിഗ്രി മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ 60 ഡിഗ്രി നീട്ടി വരയ്ക്കുന്നു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ആൻഡ് ആംഗിൾ എ ബി സി വിത്ത് ഡിഗ്രി മെഷർ ആംഗിൾ ബി 60 ഡിഗ്രി ഈസ് ഡ്രോപ്പ്. ദെൻ അടുത്തായിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? ഇതിന്റെ 2 വശങ്ങളെ ടച്ച് ചെയ്യുന്ന എന്ത് വരയ്ക്കണം? സർക്കിൾ വരയ്ക്കണമെന്നാ പറഞ്ഞത്. ആ സർക്കിൾ എവിടെ കിടക്കും? യെസ്, ആംഗിൾ ബൈസെക്ടറിൽ കിടക്കും. സോ ഡ്രോ ദ ആംഗിൾ ബൈസെക്ടർ. നമ്മൾ ആംഗിൾ ബൈസെക്ടർ എങ്ങനെ വരയ്ക്കുന്നു നമുക്കറിയാം. ബിയിൽ കോമ്പസ് കുത്തി, ഈ ചെറുതാക്കി കളയരുത് കേട്ടോ. ഈ കോമ്പസിന്റെ ലെങ്ത് ഇത്തിരി വലുതാക്കണം.
പൊടിയാക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കറക്റ്റ് മെഷർ കിട്ടില്ല. നമുക്ക് സർക്കിൾ വരച്ച പോലെ അല്ല ഇൻസർക്കിൾ വരയ്ക്കാം നമുക്ക് തുടർന്ന് പോകുന്നത്. അപ്പോൾ ബിയിൽ കോമ്പസ് കുത്തിയിട്ട് ഇഷ്ടമുള്ള റേഡിയസ് ചെറുതല്ലാതെ എടുത്ത് ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവിൽ ഇവിടെ തന്നെ കുത്തി ഒരു ആർക്ക് വരച്ചു. കണ്ടോ, ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. ദെൻ ഈ കട്ട് ചെയ്ത പോയിന്റിൽ കോമ്പസ് കുത്തി. കോമ്പസ് ഇനി വ്യത്യാസപ്പെടുത്താം. ഇത് രണ്ടും സെയിം ആയിരിക്കണം, അടുത്തത് രണ്ടും സെയിം ആയിരിക്കണം. വ്യത്യാസപ്പെടുത്താം എന്നേ പറഞ്ഞുള്ളൂ. അത് രണ്ടും സെയിം ആയിരിക്കണം. ഏത്? ഇതും ഇവിടെ നിന്ന് എടുക്കുന്ന മെഷറും സെയിം ആയിരിക്കണം. കണ്ടോ, ഇപ്പൊ എന്ത് കിട്ടി? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാനുള്ള ഒരു പോയിന്റ് കിട്ടി. ആ പോയിന്റ് ബിയും കൂടെ ജോയിൻ ചെയ്ത് നീട്ടി അങ്ങോട്ട് വരച്ചേ. ദെൻ ഇതാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ. ഇതിന്റെ കോൺ സമഭാജിയാണ് നമ്മൾ ഇപ്പൊ വരച്ചത്. ഇനി 30, 60, 90 1:√3:2 നമ്മൾ പറഞ്ഞു ഇത് 30 ഡിഗ്രി ആണ്. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 90യും 60യും വരും. ഇത് റേഡിയസ് ആണ് 30ക്ക് ഓപ്പോസിറ്റ് ഉള്ളത്. 30ക്ക് ഓപ്പോസിറ്റ് 3 ആണ് എങ്കിൽ ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് 6 വരണം. ദെൻ എടുക്കുക, സ്കെയിലില് 6 സെന്റിമീറ്റർ എടുക്കുക. 6 സെന്റിമീറ്റർ എടുത്തിട്ട് 6 സെന്റിമീറ്റർ സ്കെയിൽ എടുത്തിട്ട് മാർക്ക് ചെയ്യുക. കണ്ടോ, ഇത് 6 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അകലം 6 സെന്റിമീറ്റർ എടുത്തു. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മള് ഈ 6 സെന്റിമീറ്റർ എടുത്ത ഈ പോയിന്റ് കുത്തിക്കൊണ്ട് ഈ അകലം എത്രയായിരിക്കണം? റേഡിയസ് ഓഫ് ദി സർക്കിൾ 3 എന്ന് പറഞ്ഞു. 3 സെന്റിമീറ്റർ സ്കെയില് 3 സെന്റിമീറ്റർ അളവെടുത്തിട്ട് സ്കെയിൽ എടുക്കുക. 3 സെന്റിമീറ്റർ കേട്ടോ. 3 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതെടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തി ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചാൽ, കണ്ടോ, കോമ്പസ് കുത്തി സർക്കിൾ അങ്ങോട്ട് വരച്ചാൽ ആ സർക്കിള് എന്ത് പറ്റും? ആ സർക്കിള് ഈ രണ്ട് വശങ്ങളെയും, ആംഗിളിന്റെ രണ്ട് വശങ്ങളെയും ടച്ച് ചെയ്തു പോകുന്ന സർക്കിളാണ്, അഥവാ ടാൻജൻസ് ആണ്. കണ്ടോ, ആ സർക്കിള് രണ്ട് വശങ്ങളെയും ടച്ച് ചെയ്യുന്നു. അതായത് ദീസ് 2 arms of the angle are tangents to this circle. പിടികിട്ടിയല്ലോ? അപ്പൊ ഇത് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഈ ലെങ്ത്, ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്ത് 3 സെന്റിമീറ്റർ ആണ്. അത് പെർപെൻഡിക്കുലറും കൂടി ആയിരിക്കും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തത്. 30, 60, 90. ഇത് റേഡിയസ് 3, 6 സെന്റിമീറ്റർ. മനസ്സിലാക്കിയല്ലോ മക്കളെ? നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 3 സെന്റിമീറ്റർ എന്നുള്ളത് മാറിയിട്ട് അതിന് പകരം 4 എന്നോ 5 എന്നോ എന്തോ ചോദിച്ചാലും അതിനനുസരിച്ച് നമ്മുടെ 30, 60, 90 എന്നുള്ള റേഷ്യോ മാറ്റിയിട്ട് അത് ചെയ്യണേ. യാതൊരു കാരണവശാലും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും വിട്ടുകളയരുത്. നമ്മൾ മറ്റ് ചാപ്റ്ററുമായിട്ട് കണക്ട് ചെയ്ത് പഠിച്ചുകൊണ്ട് ആ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചോളണം കേട്ടോ. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ കാണുന്ന ഒരു ചോദ്യമാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻസർക്കിൾ. ഒരു വൃത്തം അന്തർവൃത്തം വരയ്ക്കുക, ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്തം വരയ്ക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം എപ്പോഴും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യമാണ് നമ്മളിപ്പോൾ അടുത്തായിട്ട് ചെയ്യുന്നത്. ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. സോ ഫസ്റ്റ് ഡ്രോ എ ട്രയാംഗിൾ വിത്ത് 3 sides 4, 5 and 6 സെന്റിമീറ്റർ. നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ എങ്ങനെയാണ് ത്രികോണം വരയ്ക്കുന്നതെന്ന് അറിയാം അല്ലെ? ഒരു വശം വരച്ച് മറ്റ് അളവുകൾ കോമ്പസിലെടുത്ത് ആർക്കുകൾ കട്ട് ചെയ്യുന്ന പോയിന്റ് തേർഡ് വെർട്ടെക്സ് ആയിട്ട് എടുത്തുകൊണ്ട് ട്രയാംഗിൾ വരയ്ക്കും. അത് നമുക്ക് ചെയ്യാം. സോ ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 6 സെന്റിമീറ്റർ. അപ്പോൾ ആദ്യം സ്കെയിലില് 6 സെന്റിമീറ്റർ വശം വരയ്ക്കുക കേട്ടോ. 6 സെന്റിമീറ്റർ നീളത്തില് ഒരു വര വരയ്ക്കുകയാണ്. നിങ്ങൾ സ്കെയില് 6 സെന്റിമീറ്റർ എടുക്കണം. 6 സെന്റിമീറ്ററിൽ വരച്ചു. ഇനി ചെയ്യേണ്ടത് ദെൻ 4 and 5. ആദ്യം 6 വരച്ചു, നീളം കൂടിയ താഴെ വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ച് നിർബന്ധങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ 6 സെന്റിമീറ്റർ താഴെ വരച്ചു. ദെൻ നെക്സ്റ്റ് 5 സെന്റിമീറ്റർ. നിങ്ങൾ കോമ്പസ് സ്കെയിലില് 5 സെന്റിമീറ്റർ എടുത്തിട്ട് സ്കെയിലില് 5 സെന്റിമീറ്റർ എടുക്കാം. 5 സെന്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. കണ്ടോ, ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു. ദെൻ 4 സെന്റിമീറ്റർ ടേക്കിംഗ് അനദർ ലെങ്ത് 4 സെന്റിമീറ്റർ. മറ്റൊരു നീളമാണ് 4 സെന്റിമീറ്റർ എടുത്ത് മറ്റൊരു ആർക്ക് വരച്ചു. കണ്ടോ, ആദ്യത്തെ 5. ഇപ്പൊ എന്ത് സാധനമായി? ഒരു ട്രയാംഗിൾ. കണ്ടോ, ഇപ്പൊ ഒരു ത്രികോണമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. എത്രയൊക്കെ ഉള്ളത്? 6, 5, 4 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു ത്രികോണം നമ്മൾ വരച്ചു. ഇനി ഈ ത്രികോണത്തിന്റെ അന്തർവൃത്തം അഥവാ ഇൻസർക്കിൾ വരയ്ക്കാനാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അന്തർവൃത്തം ഇൻസർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെ? നേരത്തെ പറഞ്ഞു
ഒരു ആംഗിൾ ആണെങ്കിൽ ആംഗിളിന്റെ രണ്ടു വശങ്ങൾ ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ആംഗിൾ ബൈസെക്ടർ വരക്കണമെന്ന് പറഞ്ഞോ. അത് തന്നെ ഇവിടെ. അപ്പൊ എന്ത് ചെയ്യുക? ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുക. ABC എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ രണ്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കുക. അപ്പൊ ABയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ എയിൽ കോമ്പസ് കുത്തി. നേരത്തെ പറഞ്ഞ കാര്യമാണ്, കോമ്പസ് ചെറുതാക്കരുതേ, ഇത്തിരി കോമ്പസ് വലുതാക്കി എടുക്കണം. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് 2 പോയിന്റുകൾ എടുത്തു. ദെൻ എഗെയിൻ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് വൃത്തത്തിനകത്തല്ല, പുറത്ത് പോട്ടെ കേട്ടോ, അകത്ത് പോയാൽ കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻ ആയിപ്പോവും, ആകെ കൺജസ്റ്റഡ് ആയിപ്പോവും, ഞെരുങ്ങിപ്പോവും. അതുകൊണ്ട് ഇത് എടുത്ത് പുറത്ത് ഒരു ആർക്ക് വരയ്ക്കുകയാണ്. ഇവിടെ കോമ്പസ് കുത്തി ഇത് കട്ട് ചെയ്യുന്നു. കണ്ടോ? അപ്പൊ ഈ കിട്ടിയ ഈ പോയിന്റ് എയിലേക്ക് ജോയിൻ ചെയ്താൽ കിട്ടുന്ന എന്ത് സാധനമാണ്? ആംഗിൾ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ. എന്ന ആംഗിളിന്റെ ബൈസെക്ടർ ആണ് ഇപ്പോ കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? മറ്റൊരു വശത്തിന്റെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാം. 3 വശത്തിന്റെയും വരയ്ക്കണം എന്നാണ്. നമുക്ക് 2 വശത്തിന്റെ വരച്ചാലും മതി, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ബിയുടെ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കാൻ ബിയിൽ കോമ്പസ് കുത്തിയിട്ട് ഇവിടെയും അതേ അളവിൽ തന്നെ ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ദെൻ കോമ്പസ് ഇത്തിരി വലുതാക്കി, ഇത് പുറത്തു പോട്ടെ, ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്തു. ഇനി ഈ 2 പോയിന്റും കൂടെ ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ആംഗിൾ ബിയുടെ ബൈസെക്ടർ കിട്ടും. ആംഗിൾ ബിയുടെ ബൈസെക്ടർ കിട്ടി. കണ്ടോ? അപ്പോ ആംഗിൾ ബിയുടെയും ബൈസെക്ടർ കിട്ടി. നിങ്ങൾ വരച്ച് തന്നെ നോക്കി ചെയ്യണേ. കേട്ട് പഠിച്ചാൽ പോരാ, വരച്ച് ചെയ്യുന്നതിനൊപ്പം വരച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ്, ദിസ് പോയിന്റ്, സർക്കിളിന്റെ സെന്റർ ആകത്തക്ക വിധം ഒരു സർക്കിൾ വരച്ചാൽ മതി. കണ്ടോ? ഈ പോയിന്റ് സെന്റർ ആകത്തക്ക വിധം സർക്കിൾ വരച്ചാൽ മതി. അപ്പൊ ഇവിടെ കുത്തിക്കൊണ്ട് ഒരു സർക്കിൾ വരച്ചാൽ മതി എന്നർത്ഥം. പക്ഷെ ഇവിടെ വെച്ച് പിള്ളേർ ഒരു തെറ്റിക്കൽ ചെയ്യാറുണ്ടേ. എന്ത് ചെയ്യുമെന്നറിയാവോ? ഈ പോയിന്റ് ഇവിടെ കുത്തിയിട്ട് സി വരെയുള്ള അകലം എടുത്തിട്ട് ഒരു വൃത്തം അങ്ങോട്ട് വരയ്ക്കും. സിയിൽ കോമ്പസ് കുത്തിയിട്ട് സെന്റർ ഈ പോയിന്റിൽ കോമ്പസ് കുത്തിയിട്ട് സി വരെയുള്ള അകലം എടുത്തിട്ട് ഒരു വട്ടം വരയ്ക്കും. ശരിയല്ല, അതൊന്നുമല്ല. ഇൻസർക്കിളും അല്ല, സർക്കം സർക്കിളും അല്ല. ഇക്വലാറ്റർ ആംഗിൾ ആണെങ്കിൽ മാത്രം ഇൻസർക്കിൾ ആവും, സർക്കം സർക്കിൾ ആവും. പക്ഷേ ഇതൊന്നും ആകില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? അടുത്തതായിട്ട് നമ്മൾ ഈ റേഡിയസ് കണ്ടുപിടിക്കുക. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലെ ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ? ഈ ഡിസ്റ്റൻസ് 3 സെന്റിമീറ്റർ ആയിരുന്നല്ലോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? പെർപെൻഡിക്കുലർ വരയ്ക്കുക ചെയ്ത്. ഇവിടെയും ഒരു പെർപെൻഡിക്കുലർ, ഈ O എന്ന സെന്റർ ആകത്തക്ക വിധം ഓയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരയ്ക്കാം. എങ്ങനെയാണ്? ഓയിൽ കോമ്പസ് കുത്തുക. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് എങ്ങനെയാ? ഓയിൽ നിന്ന് ഓയിൽ കോമ്പസ് കുത്തുക. ഓയിൽ കേട്ടോ, മറക്കരുതേ. ഓയിൽ കോമ്പസ് കുത്തിയിട്ട് ഈ താഴെ ഉള്ള ഈ AB എന്ന ലൈനെ ഒന്ന് കട്ട് ചെയ്യുക. ഓയിൽ കോമ്പസ് കുത്തി AB ഒന്ന് കട്ട് ചെയ്തു. കണ്ടോ? ഓയിൽ കോമ്പസ് കുത്തി 2 പോയിന്റ്സ് കട്ട് ചെയ്തു. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റിലെ കോമ്പസ് കുത്തിക്കൊണ്ട് ഇവിടെ സെയിം അളവായിരിക്കണം എന്ന് വ്യത്യാസപ്പെടുത്താം. ഇവിടെ കോമ്പസ് കുത്തിക്കൊണ്ട് ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ മറ്റൊരാൾക്ക് തിരിച്ചതാക്കാം കേട്ടോ. ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ വരുവേ. അപ്പൊ ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്തു. മനസ്സിലാകുന്നല്ലോ? ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. ഈ പോയിന്റ് കിട്ടി. ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ, ഓയിൽ ജോയിൻ ചെയ്താൽ ഇതെന്ത് സാധനമായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ABക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? എന്താ നമ്മളിപ്പോ വരച്ചത്? O എന്ന പോയിന്റിൽ നിന്ന് AB എന്ന ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ വരയ്ക്കുന്ന മെത്തേഡ്. ഓയിൽ കോമ്പസ് കുത്തിയിട്ട് നമ്മൾ ഓയിൽ കോമ്പസ് കുത്തി ആദ്യം 2 ആർക്കുകൾ ഇവിടെയും കട്ട് ചെയ്തു. മനസ്സിലായല്ലോ? എന്നിട്ട് ആ കോമ്പസ് ഈ കട്ട് ചെയ്ത പോയിന്റുകളിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവിൽ ഇവിടെ കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. എന്നിട്ട് ഈ പോയിന്റ് കിട്ടി, ജോയിൻ ചെയ്തു. മനസ്സിലാകുന്നുണ്ടല്ലോ? ചെയ്ത് നോക്കണേ, അപ്പൊ പിടി കിട്ടിക്കോളും. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയല്ലോ. കിട്ടില്ലേ? ഈ പോയിന്റ് പ്രത്യേകത എന്താണ്? ദാറ്റ് പോയിന്റ് ഈസ് ദ പോയിന്റ് ഓഫ് ടാൻജൻസി. ആ കടന്നു പോകുന്ന സർക്കിൾ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക? നമ്മൾ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഏത് ഓയിൽ നിന്ന് ഈ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ച ഈ ഡിസ്റ്റൻസ്, ഇത് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കിൾ അങ്ങോട്ട് വരച്ചാൽ, ഇത് റേഡിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ഒരു സർക്കിൾ അങ്ങോട്ട് വരയ്ക്കാം കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം. ഓയിൽ എന്ന പോയിന്റിൽ കുത്തി ഒരു സർക്കിൾ വരച്ചിരിക്കുകയാണ്. ഏത്? ഇവിടം വരെയുള്ള അകലം, ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തുകൊണ്ട് സർക്കിൾ വരച്ചു. അപ്പോൾ ഈ കിട്ടുന്നതാണ് എന്ത്?
ഇൻസർക്കിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ ആൻഡ് ഈ O മുതൽ P വരെയുള്ള അകലമുണ്ടല്ലോ അത് എത്ര സെന്റിമീറ്റർ എന്ന് സ്കെയിൽ എടുത്ത് അളന്ന് നോക്കി എഴുതി കഴിഞ്ഞാൽ റേഡിയസുമായി സർക്കിളിന്റെ റേഡിയസുമായി മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇൻസർക്കിൾ വരയ്ക്കുന്നത്. നിങ്ങൾ വരച്ച് പഠിക്കുക കേട്ടോ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരു കൺസ്ട്രക്ഷൻ കൂടെ ചെയ്യാൻ പഠിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാവരും ഇതെല്ലാം വരച്ചു പഠിക്കണം കേട്ടോ. അപ്പൊ ചോദ്യം ഇതാണ്: ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആൻഡ് എ സെമി സർക്കിൾ ടച്ചിങ് ഇറ്റ്സ് 2 sides ആസ് ഇൻ ദ പിക്ചർ. ഒരു സമഭുജ ത്രികോണം വരയ്ക്കുക, അതിന്റെ 2 വശങ്ങളെ ടച്ച് ചെയ്ത് പോകുന്ന, 2 വശങ്ങൾ ടാൻജൻസ് ആയിട്ട് പോകുന്ന, തൊടുവരകളായിട്ട് പോകുന്ന ഒരു സെമി സർക്കിൾ വരയ്ക്കുക എന്നുള്ളതാണ് ചോദ്യം. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ ചെയ്ത് നോക്കാം. ആദ്യം എന്ത് വരയ്ക്കുക? ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം വരയ്ക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് അറിയാം. ഇപ്പോ മെഷർ എടുക്കാതെ നമ്മൾ ബാക്കി കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മെഷർ എടുക്കുക. ഇഷ്ടമുള്ള മെഷർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എത്രയാണെന്ന് വെച്ചാൽ അത്രയും ലെങ്ത് എടുക്കുക. ഞാനിപ്പോ ഇത്രയും എടുക്കുകയാണ്. എന്നിട്ട് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആകാനായിട്ട് എന്ത് ചെയ്യുക? കോമ്പസില് ഈ നീളം തന്നെ നിങ്ങൾ എത്ര എടുത്തോ അതേ നീളം തന്നെ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക? കോമ്പസിലെടുത്ത് മുകളില് ഒരു ആർക്ക് വരയ്ക്കുക. അതേ ലെങ്ത് കോമ്പസിലെടുത്ത് ഈ ആർക്കിനെ കട്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ നിന്ന് ഒരു ആർക്ക് വരച്ചു, അതേ ലെങ്ത് ഇവിടെ നിന്ന് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഈക്വൽ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ ദീസ് 3 points ആർ ദ ABC 3 points ആർ ദ vertices of an equilateral triangle. അപ്പൊ നമ്മൾ ആദ്യത്തെ പണി ചെയ്തു. എന്ത് ചെയ്തു? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പറയുന്നത് ഒരു സെമി സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താ? ഈ സെമി സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കില്ലേ? ആണ്. അപ്പൊ നിങ്ങൾക്ക് AB 10 സെന്റിമീറ്റർ നീളത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ മിഡ് പോയിന്റ് 5 സെന്റിമീറ്റർ എന്നറിയാം. 6 സെന്റിമീറ്റർ നീളത്തിലാണ് വരയ്ക്കുന്നതെങ്കിൽ അതും അറിയാം, 3 സെന്റിമീറ്റർ എന്നറിയാം. മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ്. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് മാത്രം പറഞ്ഞൊരു ഫിഗർ തന്നിട്ടാണ് നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ കേട്ടോ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ മെത്തേഡ് അളന്നല്ലാതെ കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നും കൂടി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഉപയോഗിക്കാം കേട്ടോ, അതും കൂടി ഞാൻ പറയുകയാണ്. ഈ സിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് മിഡ് പോയിന്റിൽ കൂടി പോകും കേട്ടോ. അപ്പൊ സിയിൽ കോമ്പസ് കുത്തുക. ഇവിടെ സിയിൽ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ ഒരു ആർക്ക് വരച്ചു കണ്ടോ, ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവില് ഈ സിയിൽ തന്നെ കോമ്പസ് കുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. സിയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു കണ്ടോ. ഇവിടെ ഒരു പോയിന്റ് കിട്ടി നമുക്ക്, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. എങ്ങനെയാ വരച്ചത്? ഈ സിയിൽ കോമ്പസ് കുത്തിക്കൊണ്ട് ഇവിടെ ഒരാർക്ക്, ഇവിടെ ഒരാർക്ക് വരച്ചു. സിയിൽ കോമ്പസ് കുത്തിക്കൊണ്ട് ഇവിടെയും ഇവിടെയും 2 ആർക്ക് വരച്ചു. ഇനി ആ 2 പോയിന്റുകളിലും കോമ്പസ് കുത്തിക്കൊണ്ട് കോമ്പസിന്റെ മെഷർ വ്യത്യാസപ്പെടുത്താം. ഇവിടെ കോമ്പസ് കുത്തി, ഇവിടെ കോമ്പസ് കുത്തി ഒരു ആർക്ക് ഇവിടെ വരയ്ക്കുകയാണ്. കണ്ടല്ലോ, ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ഇനി കോമ്പസ് ഇവിടെ കുത്തിക്കൊണ്ട് മറ്റൊരാർക്ക് വരയ്ക്കുക. കണ്ടോ, ഈ 2 ആർക്കുകൾ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടോ, ഇവിടുന്നും വരച്ചു. 2 ആർക്കുകളും കട്ട് ചെയ്ത ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിലേക്ക് ഓപ്പോസിറ്റ് വേർട്ടെക്സിൽ നിന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന വര എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഇത് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആയിരിക്കും. ഇനി ഇവിടെ കുത്തിക്കൊണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി എടുത്ത് ചെയ്യാം കേട്ടോ. എങ്കിലും നമ്മൾ കൺസ്ട്രക്ഷൻ രീതി ആയതുകൊണ്ട് ഈ മെത്തേഡിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുത്തിക്കൊണ്ട് കോമ്പസ് കുത്തിക്കൊണ്ട് സർക്കിൾ വരച്ചാൽ ഈ സാധനം സെമി സർക്കിൾ വരച്ചാൽ, പക്ഷേ ഈ അളവുണ്ടല്ലോ, ഇവിടുന്ന് എന്ത് റേഡിയസ് എടുത്ത് വരയ്ക്കും? ഇത് അറ്റം വരെ അല്ല കണ്ടോ, ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ, അറ്റം വരെ അല്ല. അപ്പൊ ആ അളവെന്തെന്ന് അറിയാൻ ഇത് എന്താണ്? ഇതെന്താണ്? റേഡിയസ് ആണ്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ശരിയല്ലേ? ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇതെത്ര? 60 ഡിഗ്രി. ഇത് 30 ആയിരിക്കും. ബാക്കി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് 60 60 60 60 ഡിഗ്രി. ഇത് റേഡിയസ് ആൻഡ് ടാൻജന്റ് ആർ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആൻഡ് റിമൈനിങ് ആംഗിൾ 30 ഡിഗ്രി. കണ്ടോ, ഇത് 30.
ഇനി നിങ്ങൾക്ക് മെഷർമെന്റ് ഉപയോഗിച്ച് വേണമെങ്കിൽ കാണാം. ഏത് മെഷർമെന്റ്? 30, 60, 90 ഉപയോഗിച്ചുകൊണ്ട്. ഇങ്ങനെ 30, 60, 90, 30, 60, 90, 1:√3:2. നിങ്ങൾ ഇത് വരച്ചിരിക്കുന്നത് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നതെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് എത്ര? 90ക്ക് ഓപ്പോസിറ്റ് 6, 3. ഇത് പകുതി 3 കണ്ടോ? 3 ആണ്. ഇനി നിങ്ങൾ വരച്ചിരിക്കുന്നത് 8 സെന്റിമീറ്റർ നീളമുള്ള ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിലോ, വശങ്ങളുടെ നീളം 8 സെന്റിമീറ്റർ വീതമാണെങ്കിലോ ഇത് എത്രയും 4 ആകും. മനസ്സിലാവുന്നുണ്ടോ? എ ബി എന്ന സൈഡിന്റെ നീളം നിങ്ങൾ വരച്ച ഇക്വലാറ്ററൽ ട്രയാങ്കിൾ 8 സെന്റിമീറ്റർ ആണ് സൈഡ്സ് എങ്കിൽ എ പി എന്ന് പറയുന്നത് എത്രയും 4 ആകും. അതായത് 90ക്ക് ഓപ്പോസിറ്റ് 4 ആകും. 90ക്ക് ഓപ്പോസിറ്റ് 4. ഇത് 4 ആണെങ്കിൽ ഇത് 2, ഇത് 2 ആണെങ്കിൽ ഇത് 2√3 കണ്ടോ? അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് എത്ര? 30ക്ക് ഓപ്പോസിറ്റ് എത്ര? 2√3. ഇത് എത്ര? 2 ആയിരിക്കണം. 60ക്ക് ഓപ്പോസിറ്റ് 30ക്ക് ഓപ്പോസിറ്റ് 2√3ഉം 60ക്ക് ഓപ്പോസിറ്റ് 30ക്ക് ഓപ്പോസിറ്റ് 2ഉം 60ക്ക് ഓപ്പോസിറ്റ് 2√3 കണ്ടോ? ഇങ്ങനെ വരും. അപ്പോ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് എന്തകലം? ഇത് എത്രയാണ്? 2 എന്ന് പറഞ്ഞു. 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള 2. കോമ്പസിൽ 2 സെന്റിമീറ്റർ എടുത്ത് മാർക്ക് ചെയ്താൽ മതി. കണ്ടോ? ഒരു കോമ്പസില് ഈ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് കോമ്പസിൽ ഒരു 2 പോയിന്റ് എടുത്ത് 2 സെന്റിമീറ്റർ എടുത്ത് ഇവിടെ മാർക്ക് ചെയ്താൽ ഈ പിയിൽ നിന്ന് ഇവിടം വരെയുള്ള അകലമാണ്. പിയിൽ നിന്ന് ഇവിടെ വരെയുള്ള അകലമാണ് എത്ര? 2√3 ആയിട്ട് കിട്ടുക. ഇവിടെ നിന്ന് ഇവിടം വരെ 2ഉമാണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 4ഉം ആയിരിക്കും. 2ഉം 2√3 4 കണ്ടോ? അതൊരു മെത്തേഡാ പറഞ്ഞു കേട്ടോ. കാൽക്കുലേഷൻ മെത്തേഡ് എന്ന് അതിന് പറയുക. ഇനി നമ്മൾക്ക് മറ്റൊരു രീതിയും കൂടെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു കാൽക്കുലേറ്റ് ചെയ്യാതെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിയിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. പിയിൽ നിങ്ങോട്ട് പെർപെൻഡിക്കുലർ. എങ്ങനെ? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരച്ചില്ലേ? അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ എന്ത് ചെയ്യുക? പിയിൽ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതേ അളവിൽ ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. കണ്ടോ? പിയിൽ കോമ്പസ് കുത്തി ഇവിടെയും ഇവിടെയും ഓരോ ആർക്ക് വരച്ചു. ഇനി ഇവിടെ കോമ്പസ് കുത്തി ഇവിടെ ഒരു ആർക്ക് വരച്ചു. ആംഗിൾ മെഷർ ഇതിന്റെ മെഷർ മാറ്റാൻ വേണമെങ്കിൽ ഇത് കുത്തി ഇവിടെയും ഇവിടെയും ആർക്ക് വരച്ചു. ഇനി ഈ പോയിന്റ് ജോയിൻ ചെയ്തേ ഇങ്ങോട്ട്. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ എവിടെ കൂടി പോകും? 90 ഡിഗ്രി ആകത്തക്ക വിധം പെർപെൻഡിക്കുലർ ആയിട്ട് പോകും. മനസ്സിലായല്ലോ? അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പി ടി എന്ന് പറയുന്നത് എന്തായി? പി ടി എന്ന് പറയുന്നത് ഈ റേഡിയസ് ആയിട്ട് മാറും. കണ്ടോ? പി ടി എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ട് മാറും. ആ റേഡിയസ് നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കോമ്പസ് അങ്ങോട്ട് പിടിച്ചിട്ട് ഈ റേഡിയസ് വെച്ച് ചുമ്മാ അങ്ങോട്ട് ഒരു സെമി സർക്കിൾ വരച്ചാൽ ആ സെമി സർക്കിള് എന്തായിരിക്കും? നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന സാധനമായിരിക്കും. അല്ലെ? നമുക്കൊന്ന് വരച്ചു നോക്കാം. ഹലോ, നമ്മൾ വരച്ചു. എന്ത് വരച്ചു? ഈ ഫിഗർ പോലെ തന്നെ വരച്ചു. അപ്പൊ കാൽക്കുലേഷൻ മെത്തേഡിലും ചെയ്യാം, അല്ലാതെ നമ്മൾ യൂസിങ് ഓൺലി കോമ്പസ് റൂള് ആൻഡ് പ്രൊട്രാക്ടർ അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവരും നന്നായിട്ട് വരച്ച് പഠിക്കുക കേട്ടോ. നമുക്ക് ഇന്ന് പഠിപ്പിച്ച പോർഷനിൽ നിന്നും കുറച്ച് മാർക്കുകൾ നേടാനുള്ളതാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.